എല്ലാവർക്കും ഞങ്ങളുടെ സംഘടന പേര് കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷന്റെ പേരിൽ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ 30ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 5-ാം തീയതി റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ മോൻ ജോസഫ് അവറുകളാണ്. അതുപോലെ തന്നെ ആ സമ്മേളനത്തില് മുഖ്യ അതിഥിയായി തൃശ്ശൂരിലെ MLA രാജൻ ജെ പല്ലക് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ പ്രസാദ് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സമ്മേളനം ഇത് 30ാമത് സമ്മേളനമാണ്. വാട്ടർ അതോറിറ്റി മേഖലയില് ഇന്ന് നിലവിൽ 4 സംഘടനകളാണുള്ളത്. അത് മിക്കവാറും ഓരോ സംഘടനയും ഓരോ രാഷ്ട്രീയ ബേസിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ആദ്യമായി രൂപീകരിച്ച സംഘടന 1995 രൂപം കൊണ്ട സംഘടനയാണ് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ. ഞങ്ങളുടെ ഈ വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ യാതൊരു രാഷ്ട്രീയ ചായ്വുമില്ല. നിഷ്പക്ഷമായി എല്ലാ രാഷ്ട്രീയക്കാർക്കും അംഗങ്ങളാവാവുന്ന ഒരു സംഘടനയാണ് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ. ഇതിൽ രാഷ്ട്രീയമില്ല. ഇന്ന് നമ്മുടെ മേഖലയിൽ വാട്ടർ അതോറിറ്റി മേഖലയിൽ 10,000-ഓളം പെൻഷൻകാരുള്ളതിൽ 4,500-ഓളം പേർ ഇന്ന് നമ്മുടെ സംഘടനയിലാണുള്ളത്. വേറെ ഒരു സംഘടന ഉള്ളത് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ, അത് CIT-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടന. പിന്നെ മറ്റൊരു സംഘടന ഉള്ളത് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ്, അത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടന. പിന്നെ വേറൊരു സംഘടന ഉള്ളത് വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറിക്കൽ സംഘടന കൂടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ പ്രഗത്ഭമായ സംഘടന എന്ന് ഞങ്ങളല്ല മറ്റുള്ള ആളുകൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ സംഘടനയെ പറ്റി. ദീർഘമായ പ്രവർത്തന പാരമ്പര്യമുള്ളതും വാട്ടർ അതോറിറ്റി പെൻഷൻകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തിയായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ. ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന 5-ാം തീയതി തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടക്കുന്നത്. ആ സമ്മേളനത്തിന് നിങ്ങളുടെയൊക്കെ പൂർണ്ണ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. അല്ലല്ല, പറഞ്ഞുതരാം. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ആ ഒരു സംശയം തീർത്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സംശയം, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലെന്ന് തന്നെ ഞങ്ങൾ പറയാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സമ്മേളനം ആലുവ ടൗൺ ഹാളിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് 2004. അന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ജലവകുപ്പ് മന്ത്രി റോസി അഗസ്റ്റിനാണ്. ഇപ്പൊ എന്തുകൊണ്ട് താങ്കൾ ചോദിച്ചതുപോലെ മോൻസി ജോസഫിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം നമ്മുടെ വകുപ്പ് മന്ത്രിയാണ്. ആ വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്ന ആ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചെന്നല്ലാതെ കേരള കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയാം. ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട്. പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സംശയമാണ്. അത്രയും പറഞ്ഞു മനസ്സിലായി. വാട്ടർ അതോറിറ്റിയുടെ സാമ്പത്തിക സ്ഥിതി ഉണ്ട്, അതറിയാം. ദിവസം നഷ്ടത്തിലാണ്, ദിവസേന. അതെ, പിന്നെ സംശയം ഉണ്ട്. ഞാനൊരു കാര്യം പറയാം സാർ. അതിന്റെ മെയിൻ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് 24 രൂപയാണ് 1000 ലിറ്റർ വരുന്നത്. നമുക്ക് റിയലൈസ് ചെയ്തിട്ട് പൈസ കിട്ടുന്നത് 19 പോയിന്റ് സംതിങ്. ഓരോ 1000 ലിറ്റർ വെള്ളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ
നമുക്ക് 4.69 രൂപ നമുക്ക് നഷ്ടത്തിലാണ്. എത്രയോ. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഒരു വലിയൊരു ലോസ് വരുന്നുണ്ട്. അത് നമുക്ക് ഇനി സർവൈവ് ചെയ്യാനായിട്ട് കുറെ പ്രൊപ്പോസൽസ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആവശ്യം. മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോ 1000 ലിറ്റർ കൊടുക്കുമ്പോഴും പിന്നെ ഇപ്പൊ എന്ത് പറ്റി കൂടുതലായിട്ട് വന്നപ്പോ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് നടക്കില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഉണ്ട്, സാറ് പറഞ്ഞ 100% ശരി തന്നെയാണ്. അത് ഞങ്ങളെ കൊണ്ട് അത് ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ അതിനുവേണ്ടി ശബ്ദിക്കുക എന്നല്ലാതെ അതില്ല പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ വാട്ടർ അതോറിറ്റി പെൻഷൻ സംഘടനയ്ക്ക് സാധിക്കുന്നത് സാറിന് തന്നെ അറിയാമല്ലോ. ഓ, ഞങ്ങൾ എതിർത്തോണ്ടിരിക്കുകയാണ് സാറേ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ എതിർത്തോണ്ടിരിക്കുകയാണ്. അതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇലക്ട്രിക് ടാരിഫിൽ വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഇലക്ട്രിക് ടാരിഫ് നമുക്ക് പണ്ട് നമ്മൾ സേവന മേഖലയായിരുന്നു, PHD ആയിരുന്നപ്പോൾ. ഇത് PHD മാറ്റി വാട്ടർ അതോറിറ്റി വന്നപ്പോൾ ടാരിഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റേറ്റ് ആണ് ഇപ്പോൾ തരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ ഇൻഡസ്ട്രിയൽ റേറ്റ്. പമ്പ് ഹൗസ് എടുക്കുന്ന ഡൊമസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് മാത്രമല്ല, എവറി മന്ത് 10 crores rupees എസ്ക്രൂ എന്ന് പറഞ്ഞ സിസ്റ്റം ബാങ്കിൽ കൊണ്ടുവന്നവര്. ആ എസ്ക്രൂ സിസ്റ്റം കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി, എവറി മന്ത് 10 crores നമ്മുടെ ഫണ്ട് വരുന്നതോട് കൂടിയിട്ട് 10 crores rupees അവര് അങ്ങനെ ഡൈവേർട്ട് ചെയ്യാം. വാട്ടർ അതോറിറ്റി തന്നെ, വാട്ടർ അതോറിറ്റി അല്ല ഇപ്പം കിട്ടുന്നു സാർ. അത് ആനുകൂല്യങ്ങളും കിട്ടുന്നു സാർ, പെൻഷൻ മാത്രം കിട്ടുന്നുണ്ട്. അതിപ്പോ ഞങ്ങളില്ല, അതിപ്പോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്തു. അവരെടുത്തു, ഇറിഗേഷൻ എടുത്തു. പിന്നെ സാറേ ഒരു സത്യാവസ്ഥ, നമ്മൾ ഒരു പമ്പ് ഹൗസിൽ പമ്പ് ചെയ്ത് വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസിൽ ആ വെള്ളം സാധാരണക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് ഇൻഡസ്ട്രിയൽ പർപ്പസ് റേറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു വ്യവസായ സ്ഥാപനത്തിൽ എടുക്കുന്ന കറണ്ടിന്റെ പൈസയാണ് ആ പമ്പ് ഹൗസിൽ. അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു നഷ്ടം. അതാണ്. അത് പല പ്രാവശ്യം കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് മറ്റ് സാധാ ഒരു കണക്ഷൻ ആക്കി തരണം. സാധാ കണക്ഷൻ എടുക്കുന്ന റേറ്റ് ഡൊമസ്റ്റിക് റേറ്റ് ഇത് ഇൻഡസ്ട്രി റേറ്റാണ് പോണത്. നല്ല പാലിച്ച അതാണ് ഈ സാറ് പറഞ്ഞ കടം വരുന്ന പ്രധാന കാരണം ഇലക്ട്രിസിറ്റി ബില്ലാണ്. അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. ഗ്രാന്റ് കിട്ടുന്നത് നമുക്ക് ഇപ്പൊ എവറി ഇയർ 365 crores rupees ആണ് ഗ്രാന്റ് തരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം 320 കിട്ടി. പക്ഷെ മുമ്പത്തെ കുറച്ച് 3 കൊല്ലങ്ങളിൽ അതിന് ദിവസം നമുക്കൊരു 680 കോടി പെൻഡിങ് ആണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തില് 2025-26 സാമ്പത്തിക വർഷത്തില് നമുക്ക് 365-320 കോടി കിട്ടി. പക്ഷെ ഇതിനകത്ത് നമ്മൾ 5 ലക്ഷം BPL-കാർക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. 15,000 ലിറ്റർ വെച്ചിട്ട് ഫ്രീ കൊടുക്കുന്നുണ്ട്. അതിന് തന്നെ 10 crores rupees വേറെ വരുന്നുണ്ട്. അതിപ്പോ അത് പഴയ ഇതിലേക്ക് തന്നെ ഇപ്പോഴും ചേർത്തിട്ട് തരുന്ന ആ സബ്സിഡിയിൽ നമ്മൾ ഗ്രാൻഡിലേക്ക് അതിനൊരു എക്സ്ട്രാ ഒരു എമൗണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടി കിട്ടാനായിട്ടുള്ള ഒരു പ്രൊപ്പോസൽസും കൂടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സർ, 80 കോടിക്കും 100 കോടിക്കും ഇടയിലാണ് വാട്ടർ കളക്ഷൻ ഒരു കൊല്ലം ഒരു മാസം വരുന്ന എമൗണ്ട്. 80-നും 90-100 കോടി അതേ ഒരു കൊല്ലത്തെ കളക്ഷൻ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ചെലവ്, നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ ദൈനംദിന ചെലവ്, ഒരു മാസത്തെ ചെലവിന് മറ്റ് ലോണുകളും മറ്റൊന്നും കൂട്ടാതെ, ഇൻട്രസ്റ്റ് ഒന്നും കൂട്ടാതെ 124 കോടി രൂപ വേണം. ശമ്പളവും പെൻഷൻ, ഒരു മാസ ചെലവ്, ശമ്പളവും പെൻഷനും HR മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളും 124 കോടി രൂപ വേണം കറണ്ട് ചാർജ്. സാർ, വേറൊരു സജഷൻ കൂടി ഉണ്ട്. നമുക്ക് വർഷങ്ങളായിട്ട് ഈ അക്കൗണ്ട്സ് മെമ്പർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, സാറിന് അറിയാലോ. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് മെമ്പർ ഉണ്ട്. MD ഉണ്ട്. MD ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞാൽ ഏത് MD വന്നാലും ഒരു 6 മാസം ഇരിക്കില്ല. എന്താ കാരണം എനിക്കറിയില്ല. നെക്സ്റ്റ് സാർ, വേറെ കാര്യമുണ്ട്. ഈ അക്കൗണ്ട്സ് മെമ്പർ ഇല്ലാത്ത ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോബ്ലം. കാരണം അക്കൗണ്ട്സ് മെമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഏരിയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറൽ ആയിട്ട് ഒരാളാണ് നമ്മുടെ അക്കൗണ്ട്സ് മെമ്പറായിട്ട് വരുന്നത്. അങ്ങനത്തെ കാറ്റഗറിയിലെ ആൾക്കാർ മാത്രമേ അക്കൗണ്ട്സ് മെമ്പറായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് പക്ഷെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ധനകാര്യ വകുപ്പിന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സജഷൻസ് അതുകൂടി നമ്മൾ വെക്കുന്നുണ്ട്. ഒരു അക്കൗണ്ട്സ് മെമ്പർ നിർബന്ധമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ പോസ്റ്റ് ചെയ്യണം. പെർമനന്റ് MD വെക്കാൻ നമുക്ക് പറയാനധികാരില്ല. അത് സാറ് MD-മാര് വന്നാലും മാനേജിംഗ് ഡയറക്ടർമാർ വന്നാലും 6 മാസത്തിൽ കൂടുതൽ ആരും ഇരിക്കുന്നു എന്താണെന്നല്ല. അവര് വേറെ ലാവണ്യം നോക്കി അവര് പോകും. ഇവിടെ ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല. അത് സാർ നേരത്തെ പറഞ്ഞുള്ള നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ്, നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. 2021 നമുക്ക് 1 ലിറ്ററിന് 1 പൈസ വെച്ചിട്ട് കൂട്ടി തന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു സർവൈവിംഗ് കിട്ടി. അതുകൊണ്ട് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും അതിപ്പോ അങ്ങനെ വരുമ്പോ 1000 ലിറ്ററിന് നമുക്ക്
10 രൂപ വെച്ച് കിട്ടിയല്ലോ. 10 രൂപ വെച്ച് കിട്ടിയോ അത് വന്നപ്പോഴാണ് 100 കോടിയോളം അടുപ്പിച്ചെത്തിയത് കളക്ഷൻ. മറ്റേത് 63 കോടിയായിരുന്നു. ഇല്ല ഇല്ല ഉണ്ട്. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് മീറ്റിങ്ങിന് 10th നമ്മുടെ 5ാം തീയതിയുള്ള മീറ്റിങ്ങിന് റീജിയണൽ തിയേറ്ററിനകത്ത് ഞങ്ങൾ അവിടെ മിനിസ്റ്റർ വരുന്നത് 12:30 എത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അന്ന് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നേരത്തെ അറിയാൻ പറ്റില്ലോ. ആ സമയത്ത് ഇവിടുന്ന് ആരെങ്കിലും അവിടെ വരാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടാവണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു സാർ. മീറ്റിങ്ങിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു.